ആത്മീയ ഭോജ്യത്തിൽ നാം ഇന്ന് വിചിന്തനം ചെയ്യുന്നത്. നമ്മുടെയൊക്കെ താല്പര്യം അന്യൻ്റെ കണ്ണിലെ പൊടിയെടുക്കുന്നതിലാണോ അതോ നമ്മുടെ കണ്ണിലെ തടിയെടുത്ത് മാറ്റുന്നതിലാണോ? ഏതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് കർത്താവിൻ്റെ വചനം കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്നൊരു കാര്യമാണ്. ഒത്തിരി പേര് മറ്റുള്ളവരെ നന്നാക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ച പോലെ ഉപദേശങ്ങളായിട്ടും കുറ്റപ്പെടുത്തലുകളായിട്ടൊക്കെ പോകുന്നത് കാണാൻ പറ്റും. സ്വന്തം ജീവിതത്തിലേക്ക് നോക്കി, സ്വന്തം കുടുംബത്തിലേക്ക് നോക്കി തിരുത്തേണ്ടത് തിരുത്താൻ അവർക്കൊട്ട് പറ്റുന്നുമില്ല. അത് ശരിയല്ല എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഒരു സംഭവം ഞാൻ ഓർക്കുകയാണ്. ഒരു പേരൻസ് അവരുടെ മകളെ ഒരുപാട് ഉപദേശിച്ചു അവളുടെ റിലേഷൻഷിപ്പ് വിടാൻ. കാരണം അവർക്ക് യോഗ്യമല്ല എന്ന് തോന്നി, ആ കുടുംബത്തിന് യോഗ്യമല്ലാത്ത രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പ് ഇവിടെ സമ്മതിക്കുന്നില്ല. അവർ വീണ്ടും വീണ്ടും അവരുടെ ഉപദേശം ശക്തിപ്പെടുത്തി. അപ്പോൾ മകളെ തിരിച്ച് ചോദിച്ച ഒരു ചോദ്യമുണ്ട്, വാട്ട് ഡിഡ് യു ഡു? നിങ്ങളെന്താ ചെയ്തേ? അവർ പ്രേമിച്ച് കെട്ടിയതാണ്. ഇവളെ പ്രേമിച്ച് കല്യാണം കഴിക്കുന്നതിനെയാണ് അവരെതിർത്തത്. അതുകൊണ്ടാണ് അവൾ ആ ഒരു ചോദ്യം ചോദിച്ചത്. പിന്നീട് അവർക്ക് വാതുറക്കാൻ പോലും പറ്റിയില്ല, അവർ മിണ്ടാതെ പോയതേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ തിരുത്തേണ്ടത് തിരുത്താതെ മറ്റൊരാളെ തിരുത്താൻ നമ്മൾ പോയി കഴിഞ്ഞാൽ ഒരിക്കലും അവരത് സ്വീകരിക്കണമെന്നില്ല. അവിടെ ഒരു നല്ല ഫലം നമുക്ക് പ്രതീക്ഷിക്കാനാവില്ല. ഇത് വലിയൊരു യാഥാർത്ഥ്യമാണ്. നമുക്കിത് മനസ്സിൽ വെച്ചുകൊണ്ട് ഒരു വചനം എടുക്കാം. ലൂക്ക 6:42. അതിൻ്റെ വെളിച്ചത്തിലാണ് നമ്മൾ ഈ ഒരു വിഷയം ധ്യാനിക്കുന്നത്. ലൂക്ക 6:42. സ്വന്തം കണ്ണിലെ തടിക്കഷ്ണം കാണാതിരിക്കെ സഹോദര, നിൻ്റെ കണ്ണിലെ പൊടി ഞാൻ എടുക്കട്ടെ എന്ന് നിനക്ക് എങ്ങനെ പറയാൻ പറ്റും? അല്ല, എങ്ങനെയാണ് അത് പറയാൻ തോന്നും? നോർമലായിട്ടുള്ളവർക്ക് സ്വന്തം കണ്ണിൽ തടിക്കഷ്ണം ഇരിക്കുമ്പോൾ അന്യൻ്റെ കണ്ണിലെ പൊടിയെടുക്കാനുള്ള ഉത്സാഹം നിനക്ക് അങ്ങനെ പറയാൻ എങ്ങനെ തോന്നി എന്നുള്ളതാണ് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുക. നമുക്ക് ഇതിൻ്റെ വെളിച്ചത്തിൽ ഏതാനും ചില കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കാം. ഒന്നാമത്തെ കാര്യം, അന്യരെ വിധിക്കാൻ നമുക്ക് ആർക്കാണ് അവകാശം? ദൈവത്തിൻ്റെ വചനം ചോദിക്കുന്നൊരു ചോദ്യമാണ്. അന്യരെ വിധിക്കാൻ നിനക്ക് അവകാശമുണ്ടോ? റോമാലേഖനം 14 4-ാമത്തെ വചനം എടുത്താൽ, റോമ 14-ന്റെ 4-ാമത്തെ വചനം, മറ്റൊരാളെ വിധിക്കാൻ നീ ആരാണ്? ഈ ചോദ്യമാണ് ഈ വചനത്തിൽ നമുക്ക് ലഭിക്കുക. മറ്റൊരാളെ വിധിക്കാൻ നീ ആരാണ്? ലൂക്ക 6:37. നിങ്ങൾ വിധിക്കരുത്, നിങ്ങൾ വിധിക്കപ്പെടുകയില്ല. വിധിക്കാതിരിക്കുന്നെങ്കിൽ നിങ്ങൾ വിധിക്കപ്പെടുകയില്ല. നിങ്ങൾ വിധിച്ചാൽ നിങ്ങൾ വിധിക്കപ്പെടും. എന്നിട്ട് പറയാണ്, കുറ്റാരോപണം നടത്തരുത്, ക്ഷമിക്കപ്പെടാൻ നീ ക്ഷമിക്കണം. നമ്മൾ കൊടുക്കുന്നതാണ് നമുക്ക് കിട്ടുക എന്ന്. അതാണ് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുക. മത്തായി 7:1 മുതൽ വായിച്ചാലും അവിടെ പറഞ്ഞിട്ടുണ്ട്, വിധിക്കപ്പെടാതിരിക്കാൻ നിങ്ങൾ വിധിക്കരുത്. രണ്ടാമത്തെ കാര്യം, കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, നമ്മൾ കല്ലെറിയേണ്ടത് നമുക്ക് പാപമില്ലെങ്കിൽ മാത്രമാണ്. മറ്റൊരാളെ കല്ലെറിയാനുള്ള അവകാശം നമുക്ക് പാപമില്ലെങ്കിൽ മാത്രം. യോഹന്നാൻ 8, ഒരു വ്യഭിചാരത്തിന് പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ കൊണ്ട് വരുന്നൊരു രംഗം. അവിടെ കർത്താവ് പറഞ്ഞൊരു കാര്യം, നിങ്ങളിൽ വ്യഭിചാരം ചെയ്യാത്തവരാദ്യത്തെ കല്ലെറിയട്ടെ എന്നല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ അവിടെ പലരും ഉണ്ടായേനെ കല്ലെറിയാൻ. കർത്താവ് പറഞ്ഞത്, നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യത്തെ കല്ലെറിയട്ടെ. അവിടെ ആരെങ്കിലും ഉണ്ടായിരുന്നോ ഒരു കല്ലെറിയാൻ? നമ്മെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരെ വിധിക്കാൻ നമുക്ക് അവകാശമില്ല. നമ്മുടെ ബലഹീനതയായിരിക്കണമെന്നില്ല മറ്റൊരാളുടെ ബലഹീനത. എൻ്റെ ബലഹീനതയായിരിക്കണമെന്നില്ല എൻ്റെ ജീവിത പങ്കാളിയുടെ ബലഹീനത. എനിക്കൊരു ബലഹീനത ഉള്ളിടത്തോളം കാലം മറ്റുള്ളവരെ വിധിക്കാനല്ല, മനസ്സിലാക്കി അവരോട് അനുകമ്പ കാണിക്കാനാണ് എൻ്റെ കടമ എന്നുള്ളത് ഞാൻ തിരിച്ചറിയണം. ലൂക്ക 6:31 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നോ അങ്ങനെ നിങ്ങൾ അവരോടും പെരുമാറുവിൻ. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വലിയ ഒരു ഉപദേശമായിട്ട് അതിനെ എടുക്കാൻ പറ്റും. മൂന്നാമതായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, ഞാൻ പെട്ടാലേ ലോകം ശുദ്ധീകരിക്കപ്പെടത്തുള്ളൂ. ഇന്ന് പലരും ലോകത്തെ ശുദ്ധീകരിക്കാൻ, ലോകത്തെ നന്നാക്കാൻ, മറ്റുള്ളവരെ നന്നാക്കാൻ ഓടി നടക്കുകയാണ്. അവരുടെ കാര്യത്തിലേക്ക് അവർ ശ്രദ്ധിക്കുന്നുമില്ല. പൗലോസ്ലീഹ പറഞ്ഞൊരു കാര്യം 1 കൊറിന്തോസ് 9:27 വായിച്ചാൽ, മറ്റുള്ളവരെ രക്ഷിച്ചിട്ട് ഞാൻ നഷ്ടപ്പെടാതിരിക്കാൻ എൻ്റെ ശരീരത്തെ ഞാൻ കർക്കശമായി കാത്തു സൂക്ഷിക്കുന്നു. ഐ എം വെരി സ്ട്രിക്റ്റ് വിത്ത് മൈസെൽഫ്. ഞാൻ എന്നെ കറക്റ്റ് ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ താല്പര്യം എടുക്കേണ്ടത് എന്ന് ഈ വചനവും നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. യോഹന്നാൻ 17:19 കർത്താവ് പറഞ്ഞൊരു കാര്യം, ഞാൻ എന്നെ തന്നെ ശുദ്ധീകരിക്കുന്നു ലോകം ശുദ്ധീകരിക്കപ്പെടാൻ. ഇവിടെ കുടുംബാംഗങ്ങൾ ശുദ്ധീകരിക്കപ്പെടണോ? ആദ്യം നമ്മളെ തന്നെ ശുദ്ധീകരിക്കണം എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കർത്താവിൻ്റെ ജീവിതം നമുക്ക് ഒരു സാക്ഷ്യമാണ്. റോമ 12:21 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, തിന്മ കൊണ്ട് തിന്മയെ കീഴ്പ്പെടുത്താൻ പറ്റില്ല, നന്മ കൊണ്ടേ തിന്മയെ കീഴ്പ്പെടുത്താൻ നമുക്ക് പറ്റുകയുള്ളൂ. 2 രാജാക്കന്മാർ 6-ാം അധ്യായം 8 മുതൽ വായിക്കുമ്പോൾ, സിറിയാക്കാർ ഇസ്രായേൽക്കാർക്കെതിരെ യുദ്ധത്തിന് വന്നവരാണ്. ഇവരുടെ ശത്രുക്കൾ എന്ന പോലെ. അവരെ മിത്രമാക്കിയത് വാളുകൊണ്ടല്ല, അവർക്ക് മാനസാന്തരം വരുത്തിയത് വിരുന്നു കൊടുത്താണ്. പിന്നീട് ഒരിക്കലും ഇസ്രായേൽക്കാരെ ഉപദ്രവിക്കാൻ അവർ വന്നിട്ടില്ല എന്നുള്ളത് ഈ അധ്യായം നമ്മെ പഠിപ്പിക്കുന്ന കാര്യമാണ്. നന്മ കൊണ്ട് തിന്മയെ കീഴ്പ്പെടുത്താൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെയും കാതലായ സന്ദേശം. വീണ്ടും ലൂക്ക 7:36 മുതൽ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, സ്നേഹം കൊണ്ട് ഒരു പാപിനിയെ വിശുദ്ധയാക്കി മാറ്റിയ
യേശുവിൻ്റെ സാന്നിധ്യം. ഈ ഒരു മനോഭാവത്തിലേക്ക് നമ്മയും കൈപിടിച്ചുയർത്തണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേരാം. ഇന്നിൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും നിശബ്ദതയിൽ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. കർത്താവ് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി നമ്മെ അനുഗ്രഹിക്കും എന്നുള്ള ആ ഒരു ശുഭാപ്തി വിശ്വാസത്തോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും അവിടുന്ന് സ്വീകരിക്കണമേ. ഞങ്ങൾക്ക് നന്മയാകുന്നത് നൽകി അനുഗ്രഹിക്കുവാൻ തിരുവുള്ളമാകണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.